ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. 17 വർഷങ്ങൾക്ക് മുൻപ് IPLന്റെ ഉദ്ഘാടന മത്സരത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന തങ്ങളുടെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചേറ്റ പരാജയത്തിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈഡൻ ഗാർഡൻസിൽ വെച്ച് പകരം വീട്ടിയിരിക്കുന്നു. വീരോചിതമായ വിജയം. മഴ മാറി നിന്ന മത്സരത്തിൽ അത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടാണ് RCB KKRനെ തോൽപ്പിച്ചത്. ഒരുപക്ഷെ നമ്മൾ ആരും തന്നെ പ്രത്യേകിച്ച് ആ 10 ഓവർ കണ്ടതിന് ശേഷം ഇത്രയും ഡോമിനേറ്റിംഗ് ആയി ഇത്രയും ഏകപക്ഷീയമായി RCB ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. നമുക്കിനി മത്സരത്തിലേക്ക് വരാം. ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിന് അയച്ചു. ബാറ്റിംഗിനെ പരിധി വിട്ട് അനുകൂലിക്കുന്ന ഈഡൻ ഗാർഡൻസിലെ പിച്ചിൽ അത് തന്നെയാണ് മിക്ക ക്യാപ്റ്റന്മാരും ചെയ്യുന്നത്. കൂടാതെ മഴ ഭീഷണിയുള്ളൊരു മത്സരവുമാണ്. അങ്ങനെ ബാറ്റിംഗിനിറങ്ങിയ KKRനെ ആദ്യം 3 ഓവറിൽ വരിഞ്ഞു കെട്ടുന്ന പ്രകടനമാണ് RCB നടത്തിയത്. നമ്മൾ RCBയുടെ റിവ്യൂ വീഡിയോയിൽ ജോഷ് ഹേസൽവുഡിനെ പറ്റി പറഞ്ഞ കാര്യമുണ്ട്. ഹേസൽവുഡിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു 20-20 ടൈപ്പ് ബോളറായിട്ട് തോന്നുന്നില്ല, ഒരു ടെസ്റ്റ് ബോളറായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരേ ലെങ്തിൽ വീണ്ടും പറഞ്ഞ് പിന്നെ ആ ഹൈറ്റ് കൊണ്ട് കിട്ടുന്ന ഒരു ബൗൺസ് കൂടി ആവുമ്പോൾ എതിരാളികളെ വെള്ളം കുടിപ്പിക്കുന്ന ബോളറാണ് ഹേസൽവുഡ്. അത് ഈ മത്സരത്തിലും ആവർത്തിച്ചു. തന്റെ ആദ്യ 2 ഓവറിൽ ക്വിന്റൻ ഡിക്കോക്ക് കട്ട് ചെയ്ത ആ ഒരു പന്തൊഴിച്ച് ബാക്കിയെല്ലാം മികച്ച രീതിയിലാണ് ഹേസൽവുഡ് എറിഞ്ഞത്. സുയാഷ് ശർമ്മ ഹേസൽവുഡിന്റെ പന്തിൽ ഡീകോക്കിന് ഒരു ക്യാച്ച് വിട്ടെങ്കിലും 2 പന്തുകൾക്കുള്ളിൽ തന്നെ ജിതേഷ് ശർമ്മയുടെ കയ്യിലേക്ക് ഡീകോക്കിനെ വീണ്ടും ഹേസൽവുഡ് എത്തിച്ചു. 3 ഓവറിൽ 9 റൺസിന് 1 വിക്കറ്റ്. പിന്നീടാണ് കളി മാറിയത്. സുനിൽ നരേൻ കഴിഞ്ഞ വർഷം കളിച്ച പോലെ വന്നുടനെ തന്നെ മികച്ചൊരു സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ വൺ ഡൗണായി വന്ന രഹാനെ തന്റെ ബിഗ് ഹിറ്റിംഗിലൂടെ തുടക്കത്തിൽ അല്പം സ്ട്രഗിൾ ചെയ്ത നരേനിൽ നിന്ന് ആ പ്രഷർ മാറ്റുകയാണ് ഉണ്ടായത്. രഹാനയുടെ ആ ഒരു CSK വെർഷൻ കാണാനായിരുന്നു ഇഷ്ടമെന്ന് ഞാൻ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് തീർത്തും അപകടകാരിയായാണ് രഹാനെ കളിച്ചത്. സമയമെടുത്ത് തന്റെ ആ ഒരു ഫ്ലോയിലേക്ക് തിരിച്ചെത്താൻ നരേൻ ഇതൊരു അവസരവുമായി. അങ്ങനെ 10ാം ഓവറിലെ 5ാം പന്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ KKRന്റെ സ്കോർ 1 വിക്കറ്റ് നഷ്ടത്തിന് 107 റൺസ്. 9 വിക്കറ്റുകൾ കയ്യിലുണ്ട്. ആന്ദ്രെ റസൽ, റിങ്കു സിംഗ്, വെങ്കടേഷ് അയ്യർ, അതുപോലെ നല്ലൊരു യങ് ടാലന്റായ ആംഗ്രിഷ് രഘുവംശി, രമൺദീപ് സിംഗ്, അങ്ങനെ കുറേയേറെ എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് വരാനുമുണ്ട്. KKR തീർച്ചയായും ഒരു 230 അല്ലെങ്കിൽ ഒരു 220 സ്കോറിലെങ്കിലും എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ 10ാം ഓവറിന്റെ അവസാന പന്തിൽ റസീഖ് ദാർ സുനിൽ നരേനെ ജിതേഷ് ശർമ്മയുടെ കയ്യിലെത്തിച്ചു. സ്കോർ 107-2. അപ്പോഴും KKRന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 8 വിക്കറ്റുകൾ കയ്യിലുണ്ട്. നിരവധി ബിഗ് ഹിറ്റേഴ്സ് ഇറങ്ങാനുമുണ്ട്. പിന്നെയായിരുന്നു കൃണാൽ പാണ്ഡ്യയുടെ മാജിക്. പാണ്ഡ്യ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചും. ശരിക്കും ഡിസേർവിംഗ് ആയ ഒരു അവാർഡ് തന്നെയാണത്. കാരണം കളി RCBയുടെ വരുതിയിലെത്തിച്ചത് കൃണാൽ പാണ്ഡ്യ തന്നെയാണ്. പവർ പ്ലേയിൽ 1 ഓവർ ബോൾ ചെയ്ത കൃണാൽ പാണ്ഡ്യ അല്പം അടി വാങ്ങിയിരുന്നു. എന്നാൽ തന്റെ 2ാം സ്പെല്ലിലെത്തിയ പാണ്ഡ്യ കളി മാറ്റിമറിച്ചു. രഹാനെ, വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ് 3 എണ്ണം പറഞ്ഞ വിക്കറ്റുകൾ. T20യിൽ മിഡിൽ ഓവേഴ്സ് വളരെ ക്രൂഷ്യലാണ്. അതായത് ആ 7 to 16 ആ ഓവറിനിടയിൽ അത്യാവശ്യം നല്ല റണ്ണ് കയറിയില്ലെങ്കിൽ ഫിനിഷിംഗിൽ അതൊരു ആഡഡ് പ്രഷർ ആയിരിക്കും. ഇവിടെ 10ാം ഓവർ വരെ കൃത്യമായി പോയ KKRന്റെ അടിതെരിച്ചത് കൃണാൽ പാണ്ഡ്യയാണ്. തുടർച്ചയായി വിക്കറ്റുകൾ വീണതോടെ KKR ഇന്നിംഗ്സിന്റെ താളം തെറ്റി. പിന്നീട് എനിക്ക് പറയാനുള്ളത് രജത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ്. 3 ഓവറിൽ 41 റൺസ് വിട്ടുകൊടുത്ത് സമ്മർദ്ദത്തിലായിരിക്കുന്ന സുയാഷ് ശർമ്മ. മത്സരത്തിന്റെ തുടക്കത്തിൽ ഡീകോക്കിനൊരു ക്യാച്ചും സുയാഷ് ശർമ്മ കളഞ്ഞിരുന്നു. അങ്ങനെ സുയാഷ് ശർമ്മയുടെ കോൺഫിഡൻസ് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ആന്ദ്രെ റസലിനെ പോലൊരു ബിഗ് ഹിറ്ററിനെതിരെ പന്തെറിയാൻ രജത് പട്ടിദാർ സുയാഷ് ശർമ്മയെ നിയോഗിക്കുന്നത്. ക്യാപ്റ്റൻ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മികച്ചൊരു ഗൂഗിളിലൂടെ ആന്ദ്രെ റസലിനെ സുയാഷ് ശർമ്മ പുറത്താക്കി. പിന്നീട് ഹേസൽവുഡിനും യഷ്ദയാലിനും 2 ഓവർ വീതം ബാക്കിയുള്ളപ്പോൾ 17ാം ഓവർ വീണ്ടും ലിവിങ്സ്റ്റോണിനെ കൊണ്ട് പന്തറിയിച്ചു. ആ ഓവറിൽ ലിവിങ്സ്റ്റോൺ വഴങ്ങിയത് വെറും 4 റൺസ്. പിന്നീട് ബോളിംഗിലേക്ക് തിരിച്ചെത്തിയ ഹേസൽവുഡിനെ ആയാലും അത് കഴിഞ്ഞ് 19ാം ഓവർ എറിഞ്ഞ യഷ്ദയാലിനെ ആയാലും കൃത്യമായി അടിക്കാൻ KKRന് കഴിഞ്ഞില്ല. അതോടെ 10 ഓവറിൽ 107 ഉണ്ടായിരുന്ന KKR 20 ഓവറിൽ 174 എന്ന സ്കോറിലേക്ക് ഒതുങ്ങി. കൃണാൽ പാണ്ഡ്യ, ഹേസൽവുഡ്, യഷ്ദയാൽ അങ്ങനെ എല്ലാവരും മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. 4 ഓവർ നീണ്ടുനിന്ന തന്റെ സ്പെല്ലിൽ 16 ഡോട്ട് ബോളുകളാണ് ഹേസൽവുഡ് എറിഞ്ഞത്. ഭൂവിക്ക് എന്തോ ഇഞ്ചുറി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു കുറവ് പവർ പ്ലേയിൽ ചെറുതായി ഫീൽ ചെയ്തെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ഫീൽ ചെയ്യാതെ നോക്കാൻ ബാക്കിയുള്ള ബൗളർമാർക്കായി. റസിഖ് ദാർ അല്പം എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും സുനിൽ നരേന്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടും RCBക്ക് അഭിമാനിക്കാനാവുന്ന ഒരു ബോളിംഗ് പെർഫോമൻസ്. ഓവറിൽ 107 പോലൊരു കൂറ്റൻ സ്കോർ വന്നിട്ടും ആ ഒരു കംബാക്ക്, ആ ഒരു സ്പിരിറ്റ് ആണ്. അതായത് ഇനി എത്ര സ്കോർ വന്നാലും ആ മത്സരം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം, അവിടെയാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്. T20 പോലൊരു ഗെയിമിൽ ആ ഒരു ബിലീഫിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാനാവും. പിന്നീട് ബാറ്റിംഗിലേക്ക് വന്നാൽ ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി. കഴിഞ്ഞ വർഷം KKRനായി മികച്ച പെർഫോമൻസ് ഫിൽ സാൾട്ട് പുറത്തെടുത്ത സ്റ്റേഡിയമാണ്. ആ പരിചിതമായ കണ്ടീഷൻ ഫിൽ സാൾട്ട് നന്നായി ഉപയോഗിച്ചു. KKR ബോളർമാരെ തലങ്ങും വിലങ്ങും തല്ലി. അങ്ങനെ ഗത്യന്തരമില്ലാതെ തങ്ങളുടെ സ്ട്രൈക്ക് ബോളറായ വരുൺ ചക്രവർത്തിയെ 4ാം ഓവറിൽ കൊണ്ടുവരാൻ രഹാനെ നിർബന്ധിതനായി. വളരെ ക്രൂഷ്യലായ ആ ഓവറിൽ 3 4ഉം 1 6ഉം അടക്കം 21 റൺസാണ് പിറന്നത്. നമ്മൾ ഈ മാച്ചിന്റെ പ്രിവ്യൂ ചെയ്തപ്പോഴായാലും KKR ടീമിന്റെ റിവ്യൂ ചെയ്തപ്പോഴായാലും അവരുടെ പേസ് ബോളേഴ്സ് എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുള്ളതാണെന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബൗളിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരുൺ ചക്രവർത്തിയും പിന്നീട് സുനിൽ നരേനുമാണ്. ചക്രവർത്തിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓവറിൽ 21 വഴങ്ങിയെങ്കിലും പിന്നീടുള്ള 3 ഓവറുകളിൽ നിന്നായി വെറും 22 റൺസും 1 വിക്കറ്റുമാണ് ചക്രവർത്തിയുടെ സമ്പാദ്യം. പക്ഷേ ഡാമേജ് ആ ഒരു ഒറ്റ ഓവറിൽ തന്നെ ഫിൽ സാൾട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു. എതിരാളികളുടെ മെയിൻ ബോളറിനെ തന്നെ ടാർഗറ്റ് ചെയ്യുക, അങ്ങനെ അവരുടെ ആത്മവിശ്വാസം കെടുത്തുക. അതിൽ ഫിൽ സാൾട്ട് വിജയിച്ചു. പിന്നീട് ബോൾ ചെയ്ത നരേനായാലും 4 ഓവർ 27 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ പവർ പ്ലേയിൽ വന്ന ഒരു ഇമ്പാക്റ്റ് കൊണ്ട് പിന്നീട് അതൊരു പ്രശ്നമല്ലാതായി മാറി. അതായത്
നരേന്റെ 4 ഓവറിനി തട്ടിമുട്ടി കളിച്ചാൽ പോലും സുഖമായി വിജയിക്കുമെന്നൊരു അവസ്ഥയിലേക്ക് RCB എത്തിയത് ഫിൽ സോൾട്ടും പിന്നീട് വിരാട് കോഹ്ലിയും നൽകിയ ആ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് കൊണ്ടാണ്. ഇവിടെ RCB ആരാധകർക്ക് സന്തോഷിക്കാവുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്ന് ഫിൽ സാൾട്ടിന്റെ ഫോം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഫിൽ സാൾട്ടിന്റെ ഫോം എനിക്കൊരു പ്രശ്നമേ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം പവർ പ്ലേയിൽ എന്തായാലും ഫിൽ സാൾട്ട് അടിക്കും. ഫിൽ സോൾട്ടിന്റെ ശൈലി തന്നെ അതാണ്. ചില മത്സരങ്ങൾ ചിലപ്പോൾ ഔട്ടായെന്ന് വരാം, എങ്കിലും മിക്കവാറുള്ള മത്സരങ്ങളിലെല്ലാം ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് നൽകാൻ ഫിൽ സാൾട്ട് കഴിയും. പിന്നീട് വിരാട് കോഹ്ലിയുടെ കാര്യം. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ 7-6 തോറ്റിരുന്ന RCBക്ക് ഒരു പുതുജീവൻ നൽകിയത് വിരാട് കോഹ്ലിയുടെ ഒരു ചേഞ്ച് ഇൻ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റന്റ്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതായത് തന്റെ കരിയറിൽ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത സ്വീപ്പും സ്ലോക്ക് സ്വീപ്പും എല്ലാം ആ കഴിഞ്ഞ സീസണിന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ വിരാട് നന്നായി ഉപയോഗിച്ചു. പുതിയ സീസണിലേക്ക് എത്തുമ്പോൾ വിരാട് കോഹ്ലി ആ ഒരു ടാക്ടിക്ക് തന്നെയാണ് എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ അത് RCBക്ക് ഒരുപാട് ഗുണകരമാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വിരാട് കോഹ്ലി അത് തന്നെയാണ് ചെയ്തത്. വരുൺ ചക്രവർത്തി ആയാലും സുനിൽ നരേനെ ആയാലും ഭയമില്ലാതെയാണ് വിരാട് നേരിട്ടത്. അങ്ങനെ അധികം കളിക്കാത്ത സ്ലോക്ക് സ്വീപ്പുകളും എല്ലാം തന്നെ വിരാട് കളിച്ചു. പുറത്താകാതെ മറ്റൊരു അർദ്ധ സെഞ്ചുറി. അത് മാത്രമല്ല, KKRനെതിരെ 1000 റൺസ് തികയ്ക്കുന്ന ബാറ്ററായും വിരാട് കോഹ്ലി മാറി. അതോടെ IPL 4 ടീമുകൾക്കെതിരെയാണ് വിരാട് കോഹ്ലി 1000 റൺസ് തികച്ചത്. മറ്റൊരു ബാറ്റർക്കും അവകാശപ്പെടാനാവാത്ത നേട്ടം. ക്യാപ്റ്റൻസി പ്രഷർ ഒരു വിധത്തിലും തന്റെ ബാറ്റിങ്ങിനെ ബാധിച്ചിട്ടില്ലെന്ന് പട്ടിദാറും തെളിയിച്ചു. എത്രയും പെട്ടെന്ന് ചേസിംഗ് പൂർത്തിയാക്കി നെറ്റ് റൺ റേറ്റിന് ഒരു ബൂസ്റ്റ് നൽകുക എന്ന തന്ത്രമായിരുന്നു പട്ടിദാർ സ്വീകരിച്ചത്. അതിനിടയിൽ വിക്കറ്റ് നഷ്ടമായെങ്കിലും 16 പന്തുകളിൽ നിന്ന് 34 റൺസ് എടുക്കാൻ പട്ടിദാറിനായി. പിന്നീട് വന്ന ലിവിങ്സ്റ്റോണും അറ്റാക്ക് ചെയ്തു തന്നെയാണ് കളിച്ചത്. 5 പന്തുകളിൽ 2 4ഉം 1 6ഉം. അതോടെ RCBക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിജയവും. ഓൾമോസ്റ്റ് പെർഫെക്റ്റായി കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു മത്സരം RCBക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുമ്പോൾ KKR സൈഡിലുണ്ടായ ചില പ്രശ്നങ്ങൾ ഈ മത്സരം തുറന്നു കാട്ടുകയും ചെയ്തു. അതായത് അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻസീവ് ആണ്. മിഡിൽ ഓവേഴ്സ് വരുൺ ചക്രവർത്തിക്കും സുനിൽ നരേനും പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ റസൽ ആണെങ്കിൽ ഇന്ന് ബോൾ ചെയ്തതുമില്ല. അതിന് ഫിറ്റ്നസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല. ബാക്കിയുള്ള പേസ് ബോളേഴ്സ് എല്ലാം, ഹർഷിത് റാണ പിന്നെയും ആദ്യ ഓവറുകൾ അല്പം നന്നായിട്ട് ചെയ്തു, പക്ഷേ പിന്നീട് പട്ടിദാർ അറ്റാക്ക് ചെയ്യണുണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള വൈഭവ് അറോറ ആയാലും സ്പെൻസർ ജോൺസൺ ആയാലും എക്സ്പെൻസീവ് ആയിരുന്നു. അവരുടെ ബാക്കപ്പ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലും പേസ് ഡിപ്പാർട്ട്മെന്റിനെ ഒരു ബോൾസ്റ്റർ ചെയ്യാനായിട്ട് കാര്യമായ അഡീഷൻസ് ഒന്നും അവരുടെ ബെഞ്ചിലുമില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ അവർ എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യണം. അതുകൂടാതെ ടോപ്പ് ഓർഡർ നൽകിയ മികച്ചൊരു പ്ലാറ്റ്ഫോം അത് മുതലാക്കാനും പിന്നീട് വന്ന ബാറ്റർമാർക്ക് കഴിഞ്ഞില്ല. അത് RCBയുടെ ഒരു മികച്ച ബോളിംഗ്, മികച്ച സ്ട്രാറ്റജി കൊണ്ടാണെങ്കിലും അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. അവർ ആ ഒരു ഇഷ്യൂ എത്രയും പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യുമെന്ന് കരുതാം. നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ആരാണ് ജയിക്കുക എന്നൊരു പോൾ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതും RCBക്കാണ്. അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? RCBയുടെയും KKRന്റെയും പെർഫോമൻസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.